പ്രിന്റു മഹാദേവ്, ഈ കള്ളന്മാരും കൊള്ളക്കാരും ഇപ്പോൾ അവരുടെ തടി രക്ഷിക്കുന്നത് ഒറ്റ കാര്യം പറഞ്ഞിട്ടാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ലേ, പലതവണ ഞാൻ കയറി ഇറങ്ങിയില്ലേ, എന്നിട്ട് എന്ത് നടപടി ഉണ്ടായി എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കള്ളനാണയങ്ങൾ ഉണ്ട് എന്നുള്ളത്. അവരുടെ പ്രവർത്തനങ്ങൾ, ചെയ്തികൾ അന്വേഷിക്കണം. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവർ തന്നെ തന്ന ചില വിവരങ്ങളുണ്ട്, വളരെ വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനിത് പറഞ്ഞതും. അപ്പോൾ അതും പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. കരുവന്നൂർ കേസ്, കരുവന്നൂർ സഹകരണ ബാങ്കിലെ കൊള്ള നടത്തിയവന്മാർ ഇപ്പോഴും പുറത്തുണ്ട്. അവരാണ് തൃശ്ശൂരിലെ പാർട്ടിയെ കൈകാര്യം ചെയ്യുന്നത്. ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യലിന് വിധേയരായതാണ്. പിന്നെ സന്ധി ചേർന്നു ചെയ്തു എന്നുള്ളതൊക്കെ അത് പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം കൊള്ളക്കാർക്ക് ഇങ്ങനെ അവരുടെ അഹങ്കാരം അത് കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അഹംഭാവം പറയാൻ ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നവരെ കൂടി, അവരുടെ ചെയ്തികൾ കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതാണെന്ന് ഞാൻ BJPയുടെ വക്താവ് എന്ന രീതിയിൽ പ്രിന്റു മഹാദേവിനോട് അഭ്യർത്ഥിക്കുകയാണ്. നോക്കണം, ഇങ്ങനെയുള്ള കൊള്ളക്കാരെ ഒരു കാരണവശാലും അവരെ സ്വൈര്യവിഹാരം നടത്താൻ അനുവദിക്കരുത്. കാരണം ഇവരൊക്കെ നിയമത്തിന് മുന്നിൽ കുറ്റക്കാരാണ്. അതുകൊണ്ട് ഇവരൊക്കെ ബുക്ക് ചെയ്യപ്പെടേണ്ടവരാണ്. അതുണ്ടാകുന്നില്ല എന്നുള്ളൊരു ദുരവസ്ഥ കൂടി ഇവിടെ പറഞ്ഞു വെക്കട്ടെ. പ്രിന്റു, തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, ഈ സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആയിക്കോട്ടെ, പല സിസ്റ്റത്തിനകത്തും ഈ CPM-ൽ നിന്ന് കോഴ പിടിക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് സത്യം തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്ത ഒരാൾ പോലും, ഇന്ന് അന്വേഷണ ഏജൻസിയിൽ ഉണ്ടായിരുന്ന ഒരാൾ പോലും ഇന്നിൽ അവർക്കെതിരെ കൃത്യമായ പണിഷ്മെൻറ്റ് പാർട്ടി ഇടപെട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ വസ്തുത. അങ്ങ് സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങൾ ED ആയിക്കോട്ടെ, CBI ആയിക്കോട്ടെ, അധികാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. കുറേ കാലങ്ങളായി CPM-ന്റെ ഈ പണച്ചാക്കുകൾക്ക് പിന്നാലെ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കൃത്യമായിട്ട് ചില ആളുകളൊന്നും തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ടില്ല. പിന്നെ സ്നേഹാലിംഗനത്തോടു കൂടിയിട്ട് നമ്മുടെ ഹരിദാസ് സാറും ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രമോദും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് BJPക്കും കൂടി ഇതിനകത്ത് പങ്കുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് പ്രമോദ്, ഈ കരുവന്നൂർ കേസ് ഈ പൊതുസമൂഹത്തിനിടയിൽ കൊണ്ടുവന്നതാരാ, അതിനെതിരെ പ്രക്ഷോഭം നയിച്ചതാരാ, ആ പ്രക്ഷോഭത്തിൻ്റെ ഇടനിലക്കാരായി നിൽക്കാതെ അവരിൽ നിന്ന് പങ്കുപറ്റാതെ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് UDF സംവിധാനം തന്നെ നിശബ്ദമായപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ഒരേ ഒരു പ്രസ്ഥാനം BJPയാണ്. BJPയുടെ നിരവധി നിയോജക മണ്ഡലമാണ് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടായത്. ആദരണീയനായിട്ടുള്ള സുരേഷ് ഗോപി അതിൽ ഇടപെടുന്നു. അദ്ദേഹം നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിക്കൊണ്ട് 128.8 കോടി രൂപയാണ് ED കണ്ടെത്തിയത്. അതിൽ കണ്ടെത്തിയാൽ 30 കോടി രൂപ ഈ MM വർഗീസിന്റെ പേരിൽ പാർട്ടി മേടിച്ചിട്ടുള്ള പണമാണ്. CPM-ന്റെ 3 ജില്ലാ സെക്രട്ടറിമാരെയാണ് അന്തിമ പ്രതിപട്ടികയിലുള്ളത്. നമ്മുടെ ബിജു MP അടക്കം അതിൽ പ്രതിപട്ടികയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിൽ ചിലപ്പോൾ ഈ കണ്ണനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫ്രോഡും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കള്ളനുമാണ്. അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഈ നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ EDയുടെ കണ്ണ് വെട്ടിച്ച് നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ കൃത്യമായ ചില മൊഴികൾ അദ്ദേഹം EDക്ക് നൽകിയിട്ടുണ്ട്. ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് 3 ജില്ലാ സെക്രട്ടറിമാരെയും CPM-നെ പോലും പാർട്ടിയെ പോലും അവർ പ്രതിയാണ്. അപ്പൊ അങ്ങനെ നടന്ന സംഭവത്തിനകത്ത് എവിടെയാണ് അന്വേഷണം എത്തി എന്നൊരു ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇപ്പോൾ ഈ പറയുന്ന 128 കോടി രൂപ അതിൽ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം എന്ന രീതിയിൽ, അവർക്ക് അർഹതപ്പെട്ട പാവപ്പെട്ട സാധാരണക്കാരന് അത് തിരിച്ചു കൊടുക്കണം എന്ന രീതിയിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ED. അതുകൊണ്ട് അതിന്റെ അന്തിമഘട്ടത്തിൽ ഇതിൽ പ്രതിക്കാരായിട്ട് ഒരു വൻസ്രാവുകളും പുറത്തു പോകില്ല. അതിന് മുമ്പിൽ ഒരു ഡീലിങ്ങിന് ഒരു BJPയുടെ നേതാവോ ഒരു BJPയുടെ പ്രവർത്തകനോ BJP എന്ന പാർട്ടിയോ നേടില്ല. ഇവിടെ സഹകരണ മേഖലയിലെ തൃശ്ശൂർ ജില്ലയിലെ കൊള്ളയ്ക്കെതിരെ നിരന്തരമായി പ്രക്ഷോഭം നേടുന്ന ഒരേ ഒരു പ്രസ്ഥാനം BJPയാണ്. ഒല്ലു സഹകരണ ബാങ്കിലെ കൊള്ള പുറത്തേക്ക് കൊണ്ടുവന്ന BJPയാണ്. ഇപ്പോഴത്തെ നടത്തറ പഞ്ചായത്തിലെ നടത്തറ സഹകരണ കോപ്പറേറ്റീവിലെ ഈ പറയുന്ന കേസ് പുറത്തേക്ക് കൊണ്ടുവന്ന BJPയാണ്. പിന്നെ നേരത്തെ പ്രമോദ് അദ്ദേഹം സ്വയം ഒരു ആം ആദ്മി ചമയ്ക്കുകയാണ്. അദ്ദേഹം ഇടയ്ക്കൊരു BJP കൂട്ടുകയാണ്. തൃശ്ശൂരിൽ നോക്കൂ, നിങ്ങൾ പറഞ്ഞ വെഡിങ് വില്ലേജിനെതിരെ ആരാണ് ശക്തമായ പ്രക്ഷോഭം നയിച്ചത്? അതിനകത്ത് വെഡിങ് വില്ലേജിലെ പ്രക്ഷോഭം നയിച്ചതിന്റെ പേരിൽ എനിക്കെതിരെ കേസുണ്ട്. ഞാൻ ആ കേസിനകത്ത് പ്രതിയാണ്. അപ്പൊ അതുകൊണ്ട് BJPക്കാർ ഒരു പ്രതിഷേധം നടത്തിയെന്ന് പറയരുത്. ബിനിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊള്ളയായിരുന്നല്ലോ. ബിനിയുമായി ബന്ധപ്പെട്ട് 6 BJP
പിയുടെ കൗൺസിലർമാർക്ക് കോടതി പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ കോടതി 1 ലക്ഷം രൂപ വീത പിഴ നൽകിയത് BJPയുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെയാണ് BJP ഇടനിലക്കാരായിട്ട് തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്നതെന്ന് പ്രമോദിനെ പോലുള്ള ആളുകൾ പറയുക? അങ്ങനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഈ അഡ്വക്കേറ്റ് പ്രമോദ് അങ്ങനെ സംസാരിക്കരുത്. ഏറ്റവും കൂടുതൽ തൃശ്ശൂർ കോർപ്പറേഷന്റെ അഴിമതിക്കെതിരെ നിരന്തരമായി പോരാടുന്ന ഒരേ ഒരു പ്രക്ഷോഭം BJPയാണ്. BJPയുടെ 6 കൗൺസിലർമാരാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള 124 കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് കോർപ്പറേഷന് മുമ്പിൽ പ്രതിഷേധം നടത്തുന്നത് BJPയാണ്. ഈ അഴിമതിക്കെതിരെ തൃശ്ശൂർ ജില്ലയിൽ പ്രതികരിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം BJPയാണ്. അതുകൊണ്ട് എവിടെ എത്തി ED എന്ന ചോദ്യത്തിൽ കൃത്യമായ ഉത്തരം ഞങ്ങൾക്ക് നൽകാനുണ്ട്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് എവിടെ എത്തി? ഇതൊരു ചോദ്യമാണ്. സ്വർണ്ണക്കടത്തിലും ഇതിലെ യഥാർത്ഥ പ്രതികളായിട്ടുള്ള ആളുകളെ ഇവിടെ പ്രതി ചേർത്തിട്ടുണ്ട്, ജയിലടച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ആര്? നമ്മുടെ ശിവശങ്കരൻ ജയിലിൽ പോയില്ലേ? ഈ സ്വർണ്ണാന്വേഷണത്തിൽ 76 കോടി രൂപയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. അപ്പൊ നോക്കൂ, പൊതുവെ ഒരു സിസ്റ്റത്തിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് പിടിച്ചുകൊണ്ട് അകത്തിടാനൊന്നും സിസ്റ്റത്തിന് സാധിക്കില്ല. അതിനുള്ള നിയമങ്ങളുമായിട്ടാണ് പാർലമെന്റ് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള നിയമങ്ങളുമായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധത്തിലാണല്ലോ പലരും. അതുകൊണ്ട് ED അന്വേഷണമായിക്കോട്ടെ, സ്വർണ്ണക്കടത്തായിക്കോട്ടെ, കൃത്യമായിട്ടുള്ള നേർരേഖയിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും പണത്തിന്റെ പങ്ക് പറ്റിക്കൊണ്ട് കേസുകൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരേ ഒരു പ്രസ്ഥാനം ഈ കേരളത്തിലുണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രമോദ്, നിങ്ങൾ BJPക്കാർ എവിടെയായിരുന്നു? നമ്മുടെ സ്നേഹമിത്യനെ നമ്മുടെ മറ്റേ ഹരിദാസ് സാറും പറയുന്നുണ്ട് BJP എന്ന്. BJPക്കാർ കൃത്യമായിട്ട് തൃശ്ശൂരിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ സഹകരണ മേഖലയിലെ കൊള്ളയ്ക്കെതിരെ വലിയ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ നമ്മുടെ അഡ്വക്കേറ്റ് ജയരാജ് അദ്ദേഹം പറഞ്ഞു, അന്ന് 5 വർഷം മുമ്പ് ഈ പറയുന്ന ശരത് ഒരു DYFIക്കാരൻ മാത്രമാണ്. അന്നേരത്തിൽ തെറ്റിദ്ധാരണയാണ്. ഇതൊന്ന് ഒന്ന് കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക. ഈ MK കണ്ണൻ 2014 ഈ പറയുന്ന CPM-ൽ ചേരുന്നത്. അപ്പൊ നോക്കൂ, 11 വർഷമായി. 5 വർഷത്തിനപ്പുറത്ത് ഈ ശരത് എന്ന് പറയുന്നത് SFIയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. ഞാൻ SFIയുടെ ABVPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്ന സമയത്ത് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. അപ്പൊ അന്ന് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി മെമ്പർ. അതുകൊണ്ട് ഒരു സാധാരണ ഊപ്പ ചെക്കനല്ല ഈ വിവരം പുറത്തേക്ക് പറഞ്ഞിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ആർക്കാണ് സംശയം? CPM-ന്റെ നേതാക്കന്മാർ പണം ഉണ്ടാക്കിയില്ലെന്ന് ഒരാൾക്കും സംശയമില്ല. നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന MM വർഗീസ് ജീവിതത്തിൽ ഒരു പണിക്ക് പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ട്. ബിനാമി ഇടപാട് അവിടെയുണ്ട്. സേവ്യർ ചിറ്റിലപ്പള്ളി അദ്ദേഹം ഇന്നവരെ അദ്ദേഹത്തിന് ആകെ ഒരു സോപ്പും പൊടി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു കമ്പനി ഉണ്ടായിരുന്നത്. ഈ സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ ആസ്തി ഇന്ന് വളരെ കൂടുതലാണ്. ഈ ബീഡി തെറുപ്പായിരുന്നു AC മൊയ്തുവിന്റെ പണി. നമ്മൾ മനസ്സിലാക്കണം. ബീഡി തെറുപ്പുള്ള AC മൊയ്തുവിന്റെ 30 ലക്ഷം രൂപയുടെ ആസ്തിയാണ് ED ഒരു ഘട്ടത്തിൽ കണ്ടുകെട്ടിയത്. അപ്പൊ നോക്കി, ഇവിടെ ഈ നേരത്തെ ഈ പറയുന്ന CPM-ന്റെ ശരത്ത് പറഞ്ഞ പ്രതിപ്പട്ടികളെ വർഗീസ് ആയിക്കോട്ടെ, അനൂപ് കാടയായിക്കോട്ടെ, ഈ പറയുന്ന കണ്ടംകുളത്തി ആയിക്കോട്ടെ, ജീവിതത്തിൽ ഇന്നേ വരെ പണിക്ക് പോവാതെ CPM-ൽ നിന്ന് വെള്ളയും ഇട്ടിറങ്ങി ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചും ജനങ്ങളെ പറ്റിച്ചും ഇതുപോലെ സഹകരണ സംഘങ്ങളിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ കള്ള പ്രമാണങ്ങൾ നൽകിക്കൊണ്ട് പണമെടുത്തും ബിസിനസ് നടത്തിക്കൊണ്ടുള്ള വലിയ ഡീൽ ചെയ്യുന്ന കൊട്ടേഷൻ സംഘമായിട്ടാണ് തൃശ്ശൂർ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് ഈ ജയരാജനെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ ചില പാർട്ടിക്കിടയിലെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. നല്ല ആളുകളൊക്കെ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ T ശശിധരൻ എന്ന് പറയുന്ന നല്ല DYFIയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, മാന്യനായിട്ടുള്ള അത്യാവശ്യം കൊള്ളാവുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂരിലെ CPM-ൽ. അത് ഒക്കെ മാറ്റിയതാരാണ്? അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ ജയരാജന്റെ ഒരു വരവാണ് സത്യത്തിൽ ഇവിടെ ഈ പാർട്ടി ഈ രീതിയിലുള്ള വലിയ ക്രമക്കേടിലേക്ക് മാറ്റിയത്. ഒരു ഇടക്കാലത്ത് വിഭാഗീയത VS അച്യുതാനന്ദന്റെയും അതുപോലെ തന്നെ ഈ പിണറായിയുടെ വിഭാഗീയത നടക്കുന്ന സമയത്ത് അച്യുതാനന്ദന് അനുകൂലമായി നിൽക്കുന്ന ഒരു സംവിധാനമായിരുന്നു തൃശ്ശൂർ DC. അന്ന് ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയായിട്ട് വന്നു EP ജയരാജൻ. അങ്ങനെ EP ജയരാജാണ് ഇവന്മാരൊക്കെ വലിയ കൊള്ളത്തരത്തിനെയും കള്ളത്തരത്തിന്റെയും കണക്കുകൾ പഠിപ്പിച്ച് ഇവരെയൊക്കെ ജന്മിയാക്കി മാറ്റിയത് EP ജയരാജനാണ്. അതുകൊണ്ട് നോക്കൂ, ഇന്ന് കണ്ണനെ പിടിച്ച സമയത്ത് EP ജയരാജന് പൊള്ളി. EP ജയരാജൻ കൃത്യമായിട്ട് പുറത്തേക്ക് വന്നു. പിന്നെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ചെത്തുകാരൻ കോഹരന്റെ മകനായിട്ടുള്ള, ഞാൻ ജാതി പറയുകയൊന്നുമല്ല, ചെത്തുകാരൻ കോഹരന്റെ മകനായിട്ടുള്ള പിണറായി വിജയൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വരുമാനം എന്തായിരുന്നു? MLA ഒരു തവണ മന്ത്രിയുമല്ല, അദ്ദേഹത്തിന്റെ ആസ്തി എത്രയാണ്? അദ്ദേഹത്തിന്റെ മക്കളുടെ ആസ്തി എത്രയാണ്? അതുകൊണ്ട് CPM-ലെ ആളുകളൊക്കെ ഈ സർവ്വസാധാരണക്കാരായിട്ട് ജനസേവനം ചെയ്തുകൊണ്ട് ഈ പറയുന്ന അരിയാഹാരം മാത്രം കഴിച്ച് ചെറ്റക്കുടിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ജയരാജൻ നിങ്ങൾ അങ്ങ് വിഡിതമാണ് പറയുന്നത്. ഇന്നും മണിമാളികളിൽ മണിമന്ത്രികളിൽ താമസിക്കുന്ന ഫ്യൂഡൽ പ്രമാണിമാരാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി മുതൽ സംസ്ഥാന മന്ത്രിമാരായിക്കോട്ടെ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞുകൊണ്ട്, സഹകാരിയുടെ പേര് പറഞ്ഞുകൊണ്ട്, പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അവന്റെ പണം കൊണ്ട് കച്ചവടം നടത്തിക്കൊണ്ട് മണിമന്ദിരങ്ങൾ പണിയുന്ന ആളുകളാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ. അപ്പൊ അതുകൊണ്ട് ഇവർക്കെതിരെയുള്ള പ്രക്ഷോഭം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അങ്ങ് നേരത്തെ പ്രമോദ് സൂചിപ്പിച്ചല്ലോ, തൃശ്ശൂർ കോർപ്പറേഷനിലെ 36 ഡിവിഷനുകളിൽ 1ാം സ്ഥാനത്തുള്ളത് BJP ആണ്.
തൃശ്ശൂരിലെ 30 പഞ്ചായത്തുകളിൽ 26 പഞ്ചായത്തുകളിലും ലീഡ് ചെയ്ത പ്രസ്ഥാനം BJP ആണ്. അത് ജനങ്ങൾക്ക് BJP യിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. സുരേഷ് ഗോപിയുടെ മാത്രം ഒരു പ്രവർത്തനം കൊണ്ടല്ല. BJP തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് ഈ ബൂർഷ മാടമ്പി CPM-ന്റെ സംഘത്തിനെതിരെ, കൊട്ടേഷൻ സംഘത്തിനെതിരെയുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ഞങ്ങൾ തരും. അല്ലാതെ ഹരിദാസോ പ്രമോദോ പറയുന്നത് പോലെ ഏതെങ്കിലും നേതാക്കന്മാർ ഇടനിലക്കാരെ കൊണ്ട് ജനങ്ങളുടെ ജനകീയ വിഷയങ്ങളിൽ നിന്ന് ഒരു തരത്തിലും ഞങ്ങൾ പിന്മാറില്ല. ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം വരെ ഈ CPM-ന്റെ ഈ മാടമ്പി കോട്ടകൾ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഞങ്ങളുടെ പ്രവർത്തനം തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ അവസാനിപ്പിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കുട്ടനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 30-35 കോടിയുടെ ക്രമക്കേടാണെന്ന് തോന്നുന്നു. ആ അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടിലാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണം കൂടി ഒന്ന് ഊർജിതമാക്കണം. അതും പ്രിൻറ്റു താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്.